ഹലോ കൂട്ടുകാരെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ടേംസിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ പാർട്ട് 1 കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിൻ്റെ പാർട്ട് 2 ആണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഇൻകം എന്ന് പറയുന്നത് ബിസിനസ് നടത്തുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇൻകം, അതായത് ഉള്ളിലേക്ക് വരുമാനം ഉണ്ടാവുകയാണെങ്കിൽ അവയെല്ലാം ഇൻകം എന്ന് പറയുന്ന അക്കൗണ്ടിങ് ടൈമിൻ്റെ അണ്ടറിൽ വരും. ഉദാഹരണം, നമ്മുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കടമുറി മറ്റൊരു ബിസിനസ്സിനോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്കോ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റെൻ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻകമാണ്. അതുപോലെ തന്നെ നമുക്ക് കമ്മീഷൻ കിട്ടുന്നു, അല്ലെങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത ഒരു എമൗണ്ട്, ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ബാങ്കിൽ ഇട്ടിട്ടുണ്ട്, അതിന് മാസാമാസം അല്ലെങ്കിൽ വർഷം നമുക്കൊരു ഇൻട്രസ്റ്റ് ലഭിക്കുന്നു എന്നുണ്ടെങ്കിൽ അതും ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻകമാണ്. ഓക്കെ, നമ്മളൊരു സെയില് നടത്തി, മറ്റൊരാൾക്ക് വേണ്ടി ബിസിനസ് സെയില് നടത്തി കൊടുത്തു, അതിൻ്റെ ഭാഗമായിട്ട് ഒരു കമ്മീഷൻ നമുക്ക് കിട്ടുന്നു, അതും ഒരു ഇൻകമാണ്. ഇനി അഞ്ചാമത്തെ അക്കൗണ്ടിങ് ടൈം എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്താണെങ്കിലും അതിനെ നമുക്ക് ക്യാപിറ്റലിൻ്റെ അണ്ടറിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഉദാഹരണം, ഒരാൾ ക്യാഷ് ബിസിനസ്സിന് വേണ്ടി, ബിസിനസ് നടത്താൻ വേണ്ടി ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതൊരു ക്യാപിറ്റലാണ്. ക്യാഷായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബാങ്ക് വഴി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാനായിട്ട് ഒരാൾ കാർ ഇൻവെസ്റ്റ് ചെയ്തു, ഒരു പാർട്ട്ണർഷിപ്പ് ഫെയിമാണെന്ന് വിചാരിക്കുക, അദ്ദേഹം കാറാണ് അല്ലെങ്കിൽ ഒരു വാനാണ് അല്ലെങ്കിൽ ഒരു ലോറിയാണ് അദ്ദേഹം ബിസിനസ്സിന് അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ക്യാപിറ്റൽ എന്ന് പറയുന്ന അക്കൗണ്ടിങ് ടൈമിൻ്റെ അണ്ടറിൽ വരുന്നതായിരിക്കും. ഇനി അതല്ല, ലാൻഡായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ബിൽഡിംഗ് ആയിട്ട് കൊടുക്കാം, അങ്ങനെ പല പല രീതിയിൽ ക്യാപിറ്റലായിട്ട് ഒരു വ്യക്തി ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ക്യാപിറ്റൽ എന്ന് പറയാം. ഈ ക്യാപിറ്റലും ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലയബിലിറ്റിയാണ്. ഇതും ആർക്ക്? ഇൻവെസ്റ്റേഴ്സിന് തിരിച്ചു കൊടുക്കേണ്ട ഒരു വസ്തു തന്നെയാണ്.